വർഷങ്ങൾക്ക് മുൻപ് US നൽകിയ ചെറിയ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യ അടുത്ത 2 മാസത്തിനുള്ളിൽ US നിർമ്മിച്ച 6500 കിലോഗ്രാം ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ജൂലൈ 30-ന് GSLV F-16 റോക്കറ്റിൽ നാസ ISRO സിന്തറ്റിക് അപ്പേച്ചർ റഡാർ ദൗത്യത്തിന്റെ ചരിത്രപരമായ വിക്ഷേപണത്തിന് പിന്നാലെ ISRO US-നായി മറ്റൊരു ഉപഗ്രഹം കൂടി വിക്ഷേപിക്കുമെന്ന് പൊതുപരിപാടിക്കിടെയാണ് ISRO ചെയർമാൻ പറഞ്ഞത്. 1963-ലാണ് ISRO സ്ഥാപിതമായതെന്നും അന്ന് രാജ്യം വികസിത രാജ്യങ്ങളെക്കാൾ 6-7 വർഷം പിന്നിലായിരുന്നുവെന്നും നാരായണൻ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. അതേ വർഷം തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് US ചെറിയൊരു റോക്കറ്റ് സംഭാവന ചെയ്തു. 1963 നവംബർ 21-നായിരുന്നു അതെന്നും അദ്ദേഹം പറഞ്ഞു. 1975-ൽ US നൽകിയ ഉപഗ്രഹ ഡേറ്റ വഴി 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ 2400 ഗ്രാമങ്ങളിലായി 2400 ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ISRO വൻ മുന്നേറ്റമാണ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ജൂലൈ 30 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ഒരു ചരിത്ര ദിനമായിരുന്നു. നമ്മൾ നൈസർ ഉപഗ്രഹം വിക്ഷേപിച്ചു. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ ഉപഗ്രഹമാണിത്. US-ൽ നിന്നുള്ള L-ബാൻഡ് SAR പേലോഡും ISRO നൽകിയ S-ബാൻഡ് പേലോഡും ഇതിൽ ഉൾപ്പെടും. ഇന്ത്യൻ റോക്കറ്റാണ് ഈ ഉപഗ്രഹത്തെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ന് നമ്മൾ വികസിത രാജ്യങ്ങളുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നും നാരായണൻ അഭിപ്രായപ്പെട്ടു. 50 വർഷം മുൻപ് ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ISRO ഇതുവരെ 34 രാജ്യങ്ങളുടെ 433 ഉപഗ്രഹങ്ങൾ സ്വന്തം റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചുവെന്ന് നാരായണൻ പറഞ്ഞു.